ഒമേഗ വ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് തിരുവില്ലാമല പാമ്പാടി ഭാഗത്തുള്ള വിശേഷങ്ങളാണ്. നമുക്ക് തിരുവില്ലാമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കേസാണ്. ഇവിടെ നമുക്ക് ഐവേർമഠം, വില്ലുനാഥ ക്ഷേത്രം ഒക്കെ ഉള്ളതാണ്. നമുക്കിത് പാമ്പാടി നെഹ്റു കോളേജ് എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കോളേജുകൾ, സ്കൂളുകൾ, അതേമാതിരി ദേവാലയങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. നമുക്കിതിന് ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ടിപ്പർ പോകുന്നതാണ്, ബൈക്കൊക്കെ വരുന്ന ടിപ്പർ പോകുന്ന വീതിയുള്ള വഴിയാണ്. നമുക്ക് സെന്ററൊക്കെ ഇവിടുന്ന് തന്നെ കാണാം. ഈ വഴിയിൽ നമുക്കൊരു 12.5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വഴി കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പോർഷൻ. കാറൊക്കെ ഇറക്കി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വീതിയായിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇതിന്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, 2 ബെഡ്റൂമാണ്. ഇതൊരു ഒതുങ്ങിയ ഏരിയ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടാണ്. നമുക്ക് ഇതിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഫ്രണ്ട് ഗേറ്റ് ആണ് കാണുന്നത്. നല്ല വീതിയായിട്ടുള്ള കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ യഥേഷ്ടമുണ്ട്. 2-3 വണ്ടി നിർത്താനുള്ള സെറ്റപ്പിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ സൈഡ് വ്യൂ ആണ്. നമുക്ക് ഈ താഴ് പോർഷനും നമ്മുടെ ഇതിൽ വരുന്നതാണ്, ഈ വാഴ നിൽക്കുന്നതൊക്കെ. ഇത് നമുക്ക് സൈഡ് പോർഷനൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം വീടിന്റെ ചുറ്റും കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അധികം പഴക്കമില്ലാത്തൊരു കൺസ്ട്രക്ഷനാണ്. നമുക്ക് ഡ്രസ് വർക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂ ഇതിൽ കാണാം. അടുത്തൊക്കെ നല്ല വീടുകളിലുള്ള രീതിയാണ്. നമുക്കിവിടെ ഇന്റർലോക്ക് ഫ്രണ്ടിലൊക്കെ ചെയ്തേക്ക് നമുക്ക് മുകളിൽ കാണാം. നമുക്ക് ഈ പോർഷൻ ഇവിടം വരെയാണ് ഉള്ളത്. ഇത് അപ്പുറത്തെ പോർഷനിലേക്കുള്ളൊരു വേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് ഉണ്ട്, ഗ്രില്ലിട്ടുണ്ട്, വാൾ ടൈൽസ് ഒക്കെ ഒട്ടിച്ച് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം മരപ്പണികൾ ചെയ്തിട്ടുള്ളതാണ്. പോർഷനാണ് വീടാണ്. ഇവിടെ നമുക്ക് വണ്ടികൾ നിർത്താനുള്ള ഒരു കാർപോർട്സിൽ ഒരു വണ്ടിയുണ്ട്. അത് കൂടാതെ വണ്ടികൾ നിർത്താനുള്ള നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ് കാണുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് നിന്ന് തുറന്നുള്ള ഒരു ഹാളാണ്. നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ്. ചെറിയൊരു പൂജ റൂമിന്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമുക്ക് ഡൈനിങ് റൂമും ഹാളും കൂടി ചേർന്ന് വരുന്നത്. ഇതാണ് ഇപ്പോൾ ബെഡ്റൂം. ഫിക്സഡ് അലമാരയൊക്കെ അതിലുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ബെഡ്റൂമിനും 2നും കൂടെ ഉള്ള ഒരു കോമൺ ബാത്റൂമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു AC റൂമാണ്. ഇതിലും ഫിക്സഡ് അലമാര കൊടുത്തിട്ടുണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് ഉണ്ട് ബാത്റൂം. ഒന്നിൽ കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നിൽ അറ്റാച്ച്ഡ് ഉണ്ട്. ഇത് നമുക്ക് അടുക്കള പോർഷനാണ്. വർക്ക് ഏരിയ, സ്റ്റോർ റൂം, കിച്ചൺ പോർഷനിൽ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ട്. വീടിന്റെ വില അവർ പറയുന്നത് 40 ലക്ഷം രൂപയാണ്. 12.5 സെന്റ് സ്ഥലത്തോളം വരുന്നുണ്ട്. അടുത്ത് നമുക്കൊരു സ്ഥലത്തിന്റെയും കൂടി വിഷ്വൽസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ഇവരുടെ തന്നെയാണ്. അത് പാമ്പാടി നമുക്ക് നെഹ്റു കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ വിശേഷമാണ്. ഇത് ഈ വീടിന്റെ കഴിഞ്ഞു. ഇത് നമ്മളിപ്പോൾ പുറത്തെ മൂച്ചിയൊക്കെ ഇതിൽ പെട്ടാണ്. അതിരിതായി അതിര് വരെ ഉണ്ട്. നമുക്ക് സൂം ചെയ്യുന്ന
വരെ നമുക്ക് ഇതിൽ അതിലുണ്ട്, ഇപ്പുറത്തേക്ക് സ്ഥലം ഉണ്ട് എന്ന് പറയണം. നമുക്കിതിൽ ഈ ബാക്ക് സൈഡ് ഇതേമാതിരി സ്ഥലമുണ്ട്. ഈ തെങ്ങ് നിൽക്കുന്ന ഇതിലാണ്. ഒരു തെങ്ങ് ഒരു മൂച്ചിയൊക്കെ നമുക്ക് ഇതിലുണ്ട്. 12 സെന്റ് സ്ഥലമാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 40 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ തന്നെ ഒരു സ്ഥലം, വേറെ ഒരു സ്ഥലം കൂടിയുണ്ട്, അത് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു 17 സെന്റ് സ്ഥലത്തിന് മേലെ വരുന്നതാണ്. അത് നെഹ്റു കോളേജിനോട് എൻട്രിയുടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട് എല്ലാം കണ്ട് സ്ഥലം കണ്ട ഫ്രണ്ട് പോർഷനിൽ നിറയെ സ്ഥലമൊക്കെ നമുക്ക് കാണാം. അടുത്തൊക്കെ നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ഞാൻ പഴയ നമ്മുടെ വീടുകളിലൊക്കെ പറയുന്നുണ്ട്, ഇതിൽ നമുക്ക് ഇതിൽ വേറെ നമ്മൾ കണ്ടെത്തി തരുന്നവർക്ക് നമ്മൾ അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലെല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. അയ്യവരമഠം, അതേമാതിരി വില്യനാഥ ക്ഷേത്രം ഒക്കെ അടുത്തുള്ള ഒരു ഏരിയ ആണ്, നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നിടം വരെ നമ്മുടെ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല, അതുകൂടി ഒന്ന് കാണുക. ഇവരുടെ തന്നെയാണ്, ഒരു ചെറിയ സ്ഥലമാണ്, അധിക സമയമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് നമ്മളിത് ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ അതിൽ കാണിക്കുന്നതാണ്. ഇതിൻ്റെ വഴികളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് നല്ലൊരു നിറയെ കഴിക്കുന്ന ഒരു മൂച്ച എന്ന് പറഞ്ഞ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. നമുക്ക് പുറത്തു നിന്നുള്ളൊരു വ്യൂ കൂടിയാണ് എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോവാം. നമുക്കിത് അടുത്ത വീഡിയോയിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ സ്കൂൾ ബസ്, കോളേജ് ബസ് ഉണ്ട്, കോളേജ് കുട്ടികളൊക്കെ പോകുന്ന നമുക്ക് കാണാം. ഇതാണ് നെഹ്റു കോളേജിൻ്റെ ഏരിയ ആണ്, പമ്പാടി നെഹ്റു കോളേജിൻ്റെ ഏരിയ ആണ്. നമുക്ക് കൊമേഴ്ഷ്യൽ രീതിയിൽ ഇതിൽ ബിൽഡിങ്ങോ ഹോസ്റ്റലോ കാര്യങ്ങളോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടന്ന ഈ ടാർ റോഡ് പ്രൈവറ്റ് വഴിയാണ് ഇതിലേക്ക് ഞങ്ങളുടെ ഉള്ളത്. ഇതിവിടെ ഈ കാർ നിർത്തിയതിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് പ്രൈവറ്റ് വഴിയാണ്. ഗേറ്റ് കാണാം. നെഹ്റു കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് വഴി. നമുക്ക് ഇതിൽ ഒരു വൺ സൈഡ് നമുക്ക് ഇതുണ്ട, ഇതിൽ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചേക്കുന്ന കാണാം. നമുക്ക് ടാർ റോഡിങ് ആണ്. അടുത്തൊക്കെ വീടുകളുണ്ട്. നമുക്കിപ്പോൾ ഇതാണ് സ്ഥലം. ഫ്രണ്ടേജ് നല്ല കിട്ടുന്നുണ്ട്. ഇവിടെ കുറ്റിയൊക്കെ നമുക്ക് കാണാം. ചെറിയ രീതിയിൽ പിന്നെ ഇതൊക്കെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. തെളിഞ്ഞ് കാണാൻ പറ്റില്ലെന്ന് മാത്രം. നമ്മളിതിൻ്റെ ബൗണ്ടറി ലൈനിൻ്റെ ഈ സൈഡ് വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വൺ സൈഡ് നമുക്ക് ഇവിടെ വേലിയിൽ നിന്ന് കട്ടേണ്ടി വരും. ഡ്രൈ പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് രണ്ട് സൈഡിലും നമുക്ക് മതിലുണ്ട്. ഫ്രണ്ടേജും കെട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ കൊമേഴ്ഷ്യൽ രീതിയിലൊക്കെ നമുക്ക് നല്ല പർപ്പസിനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു ഭൂമി കൂടിയാണ്. 17 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. ഒരു പറയുന്ന 2.5 ലക്ഷം രൂപയാണ്.